Welcome to Flavors of Thailand. വൺ ഓഫ് വേൾഡ്സ് ലീഡിംഗ് ക്യാപിറ്റലായിരുന്ന ആയുത്തായ എന്ന് പറയുന്ന യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ചുറ്റും കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതൊരു പഴയകാല പ്രതാപം വിളിച്ചോതുന്ന കാഴ്ചകളാണ്. കുറേ റൂയിൻസാണ്. റൂയിൻസ് എന്ന് പറഞ്ഞാൽ ഡൈലാപ്പിലേറ്റഡ് ആയിട്ട് നശിച്ചു പോയ ഒരു നഗരത്തിൻ്റെ കാഴ്ചകൾ. പക്ഷേ അതിൽ ചില ഭാഗങ്ങളെല്ലാം തന്നെ റിസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 400ഓളം ക്ഷേത്രങ്ങൾ, ടെമ്പിൾസ്, ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് ഉണ്ടായിരുന്ന ഒരു നഗരിയാണ്. തലസ്ഥാന നഗരിയായിരുന്നു ആയുത്തായ രാജാക്കന്മാരുടേത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇതെല്ലാം തന്നെ പല ഭാഗത്തായിട്ട് നശിച്ചു പോയി. പഴയകാല പ്രൗഢിയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നഷ്ടപ്രതാപങ്ങളുടെ ഒരു നഗരക്കാഴ്ച. അങ്ങനെ നമ്മൾ ചേഡീസ്, 3 വലിയ ചേഡീസ് ഉള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ബിഗ് ടെമ്പിൾ കോംപ്ലക്സിൻ്റെ ഉള്ളിലൂടെ നടന്നുകൊണ്ട് കാഴ്ചകൾ കാണുകയാണ്. ഇതെന്തൊരു വലിയൊരു റൂയിൻസ് ആണെന്ന് നോക്കുക. ഇത്രയും ഒരു കാലത്ത് എന്തുമാത്രം പ്രതാപ ഐശ്വര്യങ്ങൾ നിറഞ്ഞു നിന്നിരുന്നൊരു സ്ഥലമായിരിക്കും. ഒരു കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു. പിന്നെ ആയുത്തായ എന്ന് പറയുന്ന സ്ഥലത്ത് രാജാവ് ഭരിച്ചിരുന്ന സ്ഥലം, രാജാവിൻ്റെ റോയൽ പാലസ്, അതിൻ്റെ പ്രധാന സെൻറ്ററായിരുന്നു ഇവിടെ. ഇത് ഏറ്റവും ബിഗസ്റ്റ് കോംപ്ലക്സ് ആയിരുന്നു ഇത്. പക്ഷെ നോക്കൂ, ഇതെല്ലാം ഈ ബർമീസുകാരും എല്ലാം വന്ന് അറ്റാക്ക് ചെയ്താണ് ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോയത്. കംപ്ലീറ്റ് റൂയിൻസിൻ്റെ ഇടയിലൂടെ നമ്മൾ നടക്കുകയാണ്. 33 രാജാക്കന്മാരാണ് 417 വർഷങ്ങൾ കൊണ്ട് ഈ ആയുത്തായ എന്ന് പറയുന്ന ഈ ഒരു ക്യാപിറ്റൽ സിറ്റി ഭരിച്ചിരുന്നത്. ഏതാണ്ട് ഇംഗ്ലണ്ടും ഫ്രാൻസും കൂടി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന അത്രയും വിസ്തീർണമുള്ള ഒരു ഏരിയ മുഴുവൻ ഈ ആയുത്തായ കിങ്ഡത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു. അത്രയും വലിയ രാജ്യമാണ് രാജാക്കന്മാർ ഭരിച്ചിരുന്നത്. ഇപ്പോൾ നോക്കൂ, ഇതെല്ലാം തന്നെ ടെമ്പിൾ കോംപ്ലക്സ് ആൻഡ് പാലസ് കോംപ്ലക്സിൻ്റെ ഭാഗമായിരുന്നു സ്ഥലം. നമ്മളൊരു മറ്റൊരു സിവിലൈസേഷനിലൂടെ നടന്ന് പോകുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ തോന്നിയത്. പണ്ട് മോഹൻജദാരോ, ഹറപ്പൻ സിവിലൈസേഷനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു അതുപോലെ ഇത് വേറൊരു ആയുത്തായ എന്ന് പറയുന്ന ഇവിടുത്തെ സയാം എന്ന് പറയുന്ന രാജ്യത്തെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കൊട്ടാര സമുച്ചയങ്ങളും അവരുടെ രാജഭരണം നിയന്ത്രിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഓ, എന്താ രസം പണ്ടത്തെ പ്രതാപങ്ങൾ. അപ്പോൾ ഇതൊരു കാലത്ത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ, ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഗ്ലിറ്ററിങ് പാലസ് കോംപ്ലക്സുകളും ബിൽഡിങ്സും കാണാമായിരുന്നു എന്നാണ്. ഭയങ്കര തിളക്കമാർന്ന ബിൽഡിംഗ് കോംപ്ലക്സുകൾ കാണാമായിരുന്നു ദൂരെ നിന്ന് തന്നെ. പക്ഷേ പിൽക്കാലത്ത് അതെല്ലാം പോയല്ലോ. ഇപ്പോൾ അതെല്ലാം ഇങ്ങനെ കുറച്ച് റിസ്റ്റോർ. ചിലതെല്ലാം ഇപ്പോഴും ഫങ്ഷനിങ് ആയിട്ടുള്ള ടെമ്പിൾസാണ്. ഫങ്ഷനിങ് ടെമ്പിൾസ് എന്ന് പറയുമ്പോൾ വച്ച ആരാധനയും പൂജയൊക്കെ ഉണ്ട്. എല്ലാം ബുദ്ധിസ്റ്റ് ടെമ്പിൾസാണ്. നമ്മൾ നടന്ന സ്തൂപാസിൻ്റെ ഭാഗത്തേക്ക് പോകണം. ചേഡീസ് എന്ന് പറഞ്ഞാൽ ഈ ഗോപുരങ്ങൾക്കാണ് പറയുന്നത് സ്തൂപാസിന്. 3 വലിയ ചേഡീസ് ഉണ്ട് അവിടെ. ആ ഭാഗത്തേക്ക് പോകാം.
പല ഭാഗത്തായിട്ട് ഇവിടെ ബുദ്ധ ഇമേജസ്, ബുദ്ധൻ്റെ തലയില്ലാത്ത ഇമേജസ്, കൈ കാലുകൾ പോയത്, ഇതെല്ലാം ഇങ്ങനെ പോയതാണ്. പക്ഷെ ഇപ്പോഴും ഒരു ആരാധന വെച്ചാൽ ഇവിടെ ഭഗവാനായിട്ട് തന്നെയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ബുദ്ധനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ് തായ്ലൻഡ്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെയധികം റെവറൻസ്, നമ്മൾ ബഹുമാനിക്കണം, പൂജിക്കണം. അപ്പോൾ ഇവിടെ എല്ലാം ഇപ്പോൾ തലയില്ലാത്ത ഒരു ഇമേജ് ആണെങ്കിലും നമ്മൾ ബുദ്ധനെ ഭഗവാനായി കണ്ടിട്ട് പ്രാർത്ഥിക്കേണ്ട സ്ഥലമാണ്. ഇവിടെ വലിയ 3 സ്തൂപാസ് അഥവാ ചേഡീസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഈ കാണുന്ന 3 വലിയ സ്ട്രക്ചേഴ്സ്. ഇത് കൂടാണ്ട് ഇതിന് ചുറ്റും കുഞ്ഞു ചേഡീസ് കാണാം, അതായത് സ്തൂപങ്ങൾ കാണാം. ചുറ്റും നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ പണ്ട് രാജാക്കന്മാരുടെ റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ എല്ലാം ഭൗതിക അവശിഷ്ടങ്ങളെല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ക്ഷേത്രമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത കാലത്ത് അതൊക്കെ കുറച്ച് ചെറിയ ചേഡീസിലേക്ക് ഇങ്ങനെ ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ മാറ്റിയിട്ട് ക്ഷേത്രം വലിയ പൂജയ്ക്കും ആരാധനയ്ക്കുമായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പാലസ് കോംപ്ലക്സും ഉണ്ടായിരുന്നു, ടെമ്പിൾ കോംപ്ലക്സ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കോംപ്ലക്സിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ചേടി എന്ന് പറയുന്ന ഈ വലിയ ഗോപുരം അല്ലെങ്കിൽ സ്തൂപ, ഇത് കിങ് രാമ തിബോഡി 2 അദ്ദേഹത്തിൻ്റെ 10ാമത്തെ രാജാവാണ്. അയുക്ത കിങ്ഡത്തിലെ 10ാമത്തെ, ആ അയുക്ത പീരീഡിലെ 10ാമത്തെ രാജാവിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഷസ്, ഭസ്മം എല്ലാം സൂക്ഷിച്ച് വച്ചിരിക്കുന്ന ചേരിയാണ്. 1350 മുതൽ 1767 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഈ ആയുക്തായ രാജാക്കന്മാരിവിടെ ഭരിച്ചിരുന്നത്. ഏതാണ്ട് 33 രാജാക്കന്മാർ. അതൊരു വലിയ സ്തൂപം, ഇത് മറ്റൊരു ചേരി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ സ്ട്രക്ചർ നോക്കൂ എങ്ങനെ ഇത് കെട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് 3ാമത്തേത് ഇത്ര. എല്ലാം നല്ല ഭീമാകാരമായ സൈസാണ്. ഈ 2ാമത്തെ ചേരി, ഇങ്ങനെ ഓരോരോ ചേഡീസ് അല്ലെങ്കിൽ ഗോപുരം. ഈ ചേടിയിൽ കാണുന്നത് ആഷസ് ഓഫ് കിങ് ബൊറോമാറ ചത്തിരാജ് III, ദ 9th കിങ് ഓഫ് ദി ആയുത്തായ പീരിയഡ്. ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ് 33 രാജാക്കന്മാരാണ് ടോട്ടലി 417 ഇയേഴ്സ്, 417 വർഷങ്ങൾ ഭരിച്ചിരുന്നത്. ഇപ്പം നമ്മൾ നടന്ന് ചേഡീസ് എല്ലാം കണ്ടു, വലിയ ചേഡീസ്. ഇതെല്ലാം നോക്കൂ, കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളായിരുന്ന സ്ഥലം. ഇവിടെ പ്രെയർ ഹാള്, അസംബ്ലി ഹാൾ കാണുമ്പോൾ അറിയാലോ, ഈ ഇങ്ങനെ പില്ലേഴ്സൊക്കെ കാണുന്ന ഭാഗമില്ല, ഇതെല്ലാം വലിയ വലിയ ഹാൾസ് ആയിരുന്നു. ചരിത്രാന്വേഷികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും ഇത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇതുപോലെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ തായ്ലൻഡിൽ വന്നപ്പോഴും അത് തന്നെയാണ് കാണുന്നത്. അവർക്കും അവരുടേതായ ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹെറിറ്റേജ് സൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. ഒരു ലോസ്റ്റ് സിറ്റിയിലൂടെ നടക്കുന്ന പോലെയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കൂടിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭയങ്കര വലിയൊരു കോംപ്ലക്സ് തന്നെയാണ്. കണ്ടാലും തീരാത്തത്ര കാഴ്ചകൾ. ഈ കാണുന്നതെല്ലാമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ദ റോയൽ പാലസ് ആൻഡ് വാട്ട് പ്രാ സി സൻപറ്റ് എന്ന് പറയുന്ന ടെമ്പിൾ കോംപ്ലക്സും. ഈ കാണുന്നത് എല്ലാം കൂടി ചേർന്ന് വരുന്നത്. ഇവിടെ പല ഭാഗത്തും ബുദ്ധൻ്റെ തലയെല്ലാം പോയിട്ടുള്ള ഇമേജസ്, ഇതെല്ലാം ക്ഷേത്രങ്ങൾ തന്നെയായിരുന്നു. ബുദ്ധനെ ആരാധിച്ചിരുന്ന ഭാഗങ്ങളായിരുന്നു ഇതെല്ലാം. അവിടെ ഇപ്പോഴും ഒരു ആരാധന തന്നെയാണ് നടക്കുന്നത്. പൂവിടുന്നു, സാമ്പ്രാണി കത്തിക്കുന്നു, കർപ്പൂരം കത്തിക്കുന്നു, പൂക്കൾ കൊണ്ടുവയ്ക്കുന്നു, അങ്ങനെയൊക്കെയുണ്ട്, പൈസ ഇടുന്നു ഒക്കെയുണ്ട്.
ഇത് നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ കയറി നിൽക്കുന്നത്. ഇതൊരു ആരാധനാലയം തന്നെയാണ്. ഇവിടെയും സാമ്പ്രാണിയെല്ലാം കത്തിച്ച് പൂക്കളെല്ലാം കൊണ്ട് ആരാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഫോട്ടോഗ്രാഫേഴ്സ് ഡിലൈറ്റാണ് ഈ സ്ഥലം. എന്ത് പറഞ്ഞാലും എവിടെ നിന്ന് എടുത്താലും ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട് ഈ സ്ഥലത്തിന്. ദ ഏൻഷ്യൻ ക്യാപിറ്റൽ ഓഫ് തായ്ലൻഡ്. തായ്ലൻഡിൻ്റെ പഴയ പേര് സിയാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോട്ടോഗ്രാഫി എടുത്തിട്ടുള്ള ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. വാട്ട് മഹത്ത് എന്ന് പറയുന്ന സ്ഥലം. ഇത് മറ്റൊരു റൂയിൻസിൻ്റെ ഏരിയയാണ്. ഇവിടെ ബുദ്ധൻ്റെ വലിയ ഒരു എന്താ പറയുക ഹെഡ്, തലയുടെ ഭാഗം ഒരു കുറേ വേരുകളുടെ ഇടയിൽ ഇങ്ങനെ അതിൻ്റെ ഇടയിലായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഭയങ്കരമായിട്ട് ഒരുപാട് ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സ് എല്ലാം കാണാം. ബുദ്ധൻ്റെ പല ഇമേജസ് ഇങ്ങനെ തല പോയ ഭാഗങ്ങളായിട്ടും ഒക്കെ ഇങ്ങനെ കിടക്കുന്നതും കാണാം. ഇതും ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്, അതായത് വാട്ട് മഹത്ത് എന്ന് പറയുന്ന ഈ സ്ഥലം. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് കിങ് ബൊറോമറ ചത്തിരാത്ത് 1 അദ്ദേഹത്തിൻ്റെ കാലത്താണ്, 1374 AD. പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്തത് കിങ് റമേസ്വൻ 1388 1395 AD കാലഘട്ടത്തിൽ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ ഖെമർ സ്റ്റൈലിലാണിത് പണിതിരിക്കുന്നത്. ഖെമർ. പക്ഷേ രാജാവ്, അതായത് കിങ് സോങ്താമിൻ്റെ കാലഘട്ടത്തിൽ ആ ഖെമർ സ്റ്റൈലിൽ പണിത മെയിനായിട്ടുള്ള പ്രാങ്ക് അല്ലെങ്കിൽ ടവർ കൊളാപ്സ് ചെയ്തു, താഴെ വീഴുകയുണ്ടായി. പിന്നെ റെസ്റ്റോറേഷൻ വർക്കെല്ലാം ചെയ്ത് പിന്നെ അടുത്ത രാജാവിൻ്റെ കാലത്ത് 1630 1655 AD കാലഘട്ടത്തിലാണ് തിരിച്ച് അത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നത്. ആ രണ്ടാമത് റിസ്റ്റോർ ചെയ്ത സമയത്ത് ഇതിൻ്റെ ഹൈറ്റ് വളരെയധികം, അതിൻ്റെ പൊക്കം നന്നായിട്ട് കൂട്ടുകയും ചെയ്തു. ഹൈറ്റ് ഓഫ് ദ പ്രാങ്ക് എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക ഗോപുരം പോലെ ടവർ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും കിങ് ബൊറോമക്കത്തിൻ്റെ കാലത്ത് 1732 മുതൽ 1758 AD കാലഘട്ടത്തിൽ വീണ്ടും ഒരു റിസ്റ്റോറേഷൻ വർക്ക് ഇവിടെ നടക്കുകയുണ്ടായി. വീണ്ടും അത് പുനരുദ്ധാരണം നടന്നു. അങ്ങനെ ആ രണ്ടാമത്തെ പുനരുദ്ധാരണ സമയത്ത് 4 പോർട്ടിക്കോസും കൂടി പ്രധാനപ്പെട്ട ഈ ടവറിൻ്റെ ചുറ്റുമായിട്ട് ഉണ്ടാക്കി. പിൽക്കാലത്ത് 1767 AD ആയുത്തായി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ യുദ്ധം നടക്കുകയും ധാരാളം ശത്രുക്കൾ വന്ന് ഇവിടെ പല കാര്യങ്ങളും നശിപ്പിക്കുകയും ചെയ്ത കൂട്ടത്തിൽ ഇവിടെയെല്ലാം തന്നെ തീയിടുകയും അങ്ങനെ തീ വന്നിട്ട് ഇതെല്ലാം റൂയിൻസായി അല്ലെങ്കിൽ നശിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. വാട്ട് മഹാത്തറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഒരു റോയൽ മൊണാസ്ട്രി ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഞാൻ കംപ്ലീറ്റ് ഇപ്പോൾ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പുസ്തകമെല്ലാം വാങ്ങി ഇതെല്ലാം ഓരോ സ്ഥലവും ഇങ്ങനെ മനസ്സിലാക്കി വരികയാണ്. ഇതൊരു മൊനാസ്ട്രിയുടെ ഭാഗമായിരുന്നു എന്ന് പറയുന്നു. ഇതൊരു പ്രത്യേക ഒരു വലിയൊരു സംഭവമായിരുന്നു ഒരു കാലത്ത്. വാട്ട് മഹത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇതിവിടുത്തെ ഓർഡിനേഷൻ ഹാളായിരുന്ന ഭാഗമാണ്. ഇതിന് പറയുന്നത് ഒബോസറ്റ് എന്നാണ് പറയുന്നത്. ഈ ഓർഡിനേഷൻ ഹാൾ അഥവാ ഒബോസറ്റ് ബ്രിക്കിലും സിമൻറ്റ് പോലെയുള്ള കുമ്മായം മോർട്ടാറിലുമാണ് ഇത് പണിതിരുന്നത്. ഇത് മെയിൻ പഗോഡ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗോപുരത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് പടിഞ്ഞാറേ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. എൻഡ് ഓഫ് ദ ഹാൾ ഈസ് കണക്റ്റഡ്
വിത്ത് ദ ക്ലോയിസ്റ്റേഴ്സ് എൻസർക്ലിംഗ് ദ പഗോഡ. പഗോഡയുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ കെട്ടിയിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ട്രേസ് മാത്രമേ ഉള്ളൂ. ഫൗണ്ടേഷൻസിൻ്റെ ട്രേസ്, വാതിലുകളുടെ ട്രേസ്, ഒക്ടഗൺ ഷേപ്പിലുള്ള കോളം ബേസ്, സെമാ സ്റ്റോണിൻ്റെ ബേസ്, ഇതൊക്കെ ഇങ്ങനെ കാണാം അവശിഷ്ടങ്ങളായിട്ട്. അല്ലാണ്ട് ഇത് പണ്ടൊരു ഓർഡിനേഷൻ ഹാൾ എന്ന് പറയുന്ന ഒരു ഹാൾ ഉണ്ടായിരുന്നു എന്ന് വെറുതെ മനസ്സിലാക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ ബുദ്ധ ടെമ്പിളിൻ്റെ ഉള്ളിലൂടെ നടന്ന കാഴ്ചകൾ കാണുകയാണ്. ഡൈലാപ്പിലേറ്റഡ് സ്ട്രക്ചേഴ്സാണ്. പക്ഷേ ഈ ഒരു ബുദ്ധൻ നല്ലതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്തെല്ലാം തല പോയ സ്ട്രക്ചേഴ്സാണ്. കംപ്ലീറ്റ് ഇമേജസും തല പോയി, കൈയില്ല, കാലില്ല, അങ്ങനെയാണ്. ഇതിന് ചുറ്റും ബുദ്ധൻ്റെ ഇമേജസ് ആയിരുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇവിടെ ബുദ്ധനെ ഗോഡായിട്ട് പ്രാർത്ഥിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിസ്റ്റ് ഇമേജസിൻ്റെ മുകളിൽ കയറി നിന്ന് ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ പാടില്ല. കുറേ നിയമങ്ങളുണ്ട്. പിന്നെ വസ്ത്രധാരണത്തിലും ടെമ്പിൾ പ്രൊമൈസസിൽ പോകുമ്പോൾ കവേർഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, പരസ്പരം ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലയിൽ കൈ വെച്ച് സംസാരിക്കാൻ പാടില്ല എന്നാണ്. ആരുടെയും തലയെ പിടിക്കരുത്. കാര്യം ഇവിടെയുള്ള ആൾക്കാർ ഒരാളുടെ ശരീരത്തിൽ തലയ്ക്കാണ് ഏറ്റവും കൂടുതൽ റെഫറൻസ് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ തൊടുമ്പോൾ അത് ഇൻസൾട്ടായിട്ടാണ് കരുതുന്നത്. അതുപോലെ കാല് പൊക്കി ഇങ്ങനെ ചൂണ്ടുക, അല്ലെങ്കിൽ കാല് വെച്ച് ഇങ്ങനെ കാണിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ബുദ്ധ പ്രതിമയുടെ ഫ്രണ്ടിൽ എത്തുമ്പോൾ നമ്മൾ തല കുമ്പിട്ട് ഇങ്ങനെ തൊഴുക മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ കാല് ഇരിക്കുവാണെങ്കിലും നമ്മുടെ കാൽപാദങ്ങൾ പിന്നിലേക്ക് വെച്ചിട്ട് നമ്മുടെ ടോസ്, കാലിൻ്റെ കാൽപാദം പിറകിലേക്ക് വെച്ചാണ് ഇരിക്കേണ്ടത്. ബുദ്ധൻ്റെ പ്രതിമയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഫേസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കാൽപാദം അങ്ങോട്ട് ചൂണ്ടാൻ പാടില്ല. അങ്ങനെ ഒരുപാട് ചിട്ടകളുണ്ട്. അതെല്ലാം നമ്മൾ പാലിച്ചിരിക്കും. ഇനി റൂയിൻസ് ആയിക്കോട്ടെ, പൊട്ടിപ്പൊളിഞ്ഞ ഇമേജ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവിടെ ഭഗവാൻ എന്നുള്ള സങ്കല്പം ഒരിക്കലും അത് ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ബുദ്ധ ഇമേജസ് ഒക്കെ ഒരു ഓർണമെൻ്റൽ പീസായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ അത് അങ്ങനെയല്ല പറയുന്നത്. ആയുത്തയയിലെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദ ലോസ്റ്റ് സിറ്റി, അല്ലെങ്കിൽ ഇത് ഒരു റൂയിൻസിൻ്റെ സിറ്റി. പഴയ രാജാക്കന്മാരുടെ, സിയാം രാജാക്കന്മാരുടെ, അത് പഴയ തായ്ലൻഡിൻ്റെ പേരാണ് സിയാം, അവിടുത്തെ രാജാക്കന്മാരുടെ തലസ്ഥാനം, ബാങ്കോക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള തലസ്ഥാന നഗരി. ഇതെല്ലാം ഖെമർ സ്റ്റൈലിലാണ് പണിതതെന്നാണ് പറയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ടവർ പെട്ടെന്ന് തന്നെ കൊളാപ്സ് ചെയ്തു ഒരു സമയത്ത്. പിന്നെ അത് വീണ്ടും റിസ്റ്റോർ ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇങ്ങനെ ഒരുപാട് ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിനൊക്കെ പറയുന്ന വാട്ട് എന്നാണ്. വാട്ട്, VAT, വാട്ട്സ്. അതിൻ്റെ അകത്ത് വലിയ ടവേഴ്സ് ആയിരുന്നു. അത് 2-3 പ്രാവശ്യം കൊളാപ്സ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. വീണ്ടും റീബിൽഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ ധാരാളം നിധികളുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതൊക്കെ റാൻസാക്ക് ചെയ്യാനായിട്ടും അത് ലൂട്ട് ചെയ്ത് മോഷ്ടിച്ചുകൊണ്ട് പോകാനുമായിട്ടൊക്കെയാണ് ശത്രുക്കൾ കൂടുതലായിട്ടും വന്നിരുന്നത്. രത്നാകോസിൻ്റെ കാലഘട്ടത്തിൽ കിങ് രാമ ആറാമൻ്റെ കാലത്ത് 1911 AD, ആ സമയം ഇവിടുത്തെ മെയിൻ പ്രാങ്ക് ഓഫ് ദ വാട്ട് കൊളാപ്സ് ചെയ്തു എന്നാണ് പറയുന്നത്. വീണ്ടും ഈ വലിയ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പോയി. അതുതന്നെയാണ് ഏറ്റവും നല്ല അവസരം എന്ന് കരുതി മോഷ്ടാക്കൾ ഇവിടെ വരികയും ഇതിനകത്തുള്ള ട്രഷർ കിട്ടാനായിട്ട് കുത്തി നോക്കുകയൊക്കെ ചെയ്തു, കുത്തി ഇളക്കി. എന്നിട്ട് 1956 AD
ഫൈൻ ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വന്ന് കുറേ എക്സ്കവേഷൻസ് ഒക്കെ നടത്തിയിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട സെൻട്രൽ ഏരിയയിൽ വന്ന് എക്സ്കവേഷൻ നടത്തിയിട്ട് ഈ റിലിക്സ് മസ്റ്റ് ഹാവ് അവിടെ ആയിരിക്കണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് തന്ന് കണ്ടുപിടിക്കാനായിട്ട് അവിടെയൊക്കെ എക്സ്കവേറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ റിലിക്സ് ഓഫ് ദ ബുദ്ധ കണ്ടു എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഒരുപാട് ആൻറ്റിക് പീസസ്, ബുദ്ധ ഇമേജസ്, പിന്നെന്താ കവേർഡ് ബോക്സസ്, മത്സ്യത്തിൻ്റെ ഷേപ്പിലുള്ളത്, പിന്നെന്താ ഗോൾഡൻ പ്ലാക്കിൻ്റെ ഫോം, ആനിമൽസിൻ്റെ പലതരം ആനിമൽസിൻ്റെ മൃഗങ്ങളുടെ രൂപത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്, നാഷണൽ മ്യൂസിയം.